നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഓപ്പൺ ക്ലിനിക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രവാസി ഭാരതി മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്നുമല്ല, പുകയിലയെ സംബന്ധിച്ച്. പുകയില എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, പുകയില ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ നോ ടുബാക്കോ ഡേ വരികയാണ് മെയ് മാസം 31. ആ സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം നമ്മൾ എടുക്കുന്നത്. എന്താണ് പുകയില, ഇതുകൊണ്ടുള്ള ദോഷവശങ്ങൾ, ഇതൊക്കെ നിർത്തലാക്കാനുള്ള നിയമമുണ്ടോ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മളിത് സംസാരിക്കുന്നു. ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ളത് ഡോക്ടർ എസ് പ്രദീപ് കുമാർ. അദ്ദേഹം കേരള സംസ്ഥാന ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ മുൻ അഡീഷണൽ ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി, എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. സാർ, ഇത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇത് എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട്. ഇത് പറയാത്ത മാധ്യമങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു മാസം മെയ് മാസം 31 നോ ടുബാക്കോ ഡേ ആചരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞിട്ടും വലിയ പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയിലേക്ക് വരുന്നത്. സാർ, യഥാർത്ഥത്തിൽ എന്താണ് ഈ പുകയില എന്ന് പറയുന്ന സാധനം? അതോട്ട് തുടങ്ങിയാൽ. ഓക്കെ, പുകയില എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. അതെ, ചെടിയുടെ ഇലകൾ സംസ്കരിച്ചാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സംസ്കരിക്കുന്നത് തന്നെ വലിയ പാടാണ്. എന്നുവെച്ചാൽ ആദ്യം ഇലയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് വെയിലത്തിട്ട് നല്ലോണം ഉണക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ പുകമുറികളിൽ കെട്ടിത്തൂക്കി വീണ്ടും പുകയടിക്കും. എന്നുവെച്ചാൽ വീണ്ടും ഉണങ്ങണം, തൊട്ടാ പൊടിയണം, ആ രീതിയിൽ. അപ്പോൾ അത് ഒരു വലിയ പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് ഈ പുകയില കമ്പനിക്കാർ വലിയ ഹോളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്താണ് ഈ പുകയില സ്മോക്കിംഗ് റൂമും പുകയില കെട്ടിത്തൂക്കാനുള്ള സ്ഥലവും എല്ലാം ഉള്ളത്. അവസാനം ഈ ഇങ്ങനെ പുകച്ചെടുക്കുന്ന സാധനം, ഇലകൾ തൊട്ടാൽ തന്നെ പൊടിയും. അപ്പോൾ അതിനെ പൊടിച്ച് എടുക്കുന്ന അതാണ് ചുക്ക എന്ന് പറയുന്നത്. ചുക്ക. അപ്പോൾ ഈ ചുക്കയാണ് സിഗരറ്റ്, ബീഡി, പാൻ മസാല ഇതിലെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിഗരറ്റിലൊക്കെ ആണെങ്കിൽ ചുക്കയ്ക്ക് ഫ്ലേവറിങ് ഏജൻസും മറ്റേ സ്മെല്ലും അതെല്ലാം ആഡ് ചെയ്തായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചുക്കയും സിഗരറ്റും ചുക്ക ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിവിധ തരം പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ ആ പുകയില ഉൽപ്പന്നങ്ങളെ നമുക്ക് പുകവലിക്കാനുള്ളതായിട്ടുണ്ട്, ചവയ്ക്കാനുള്ളതായിട്ടുണ്ട്, മൂക്കിൽ കൂടി വലിക്കാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ പുക വലിക്കാനുള്ളതാണെങ്കിൽ എല്ലാവർക്കും അറിയാം, സിഗരറ്റ്, ബീഡി, അത് രണ്ടും എല്ലാവർക്കും അറിയാം. പക്ഷേ സിഗാറ്, ചുരുട്ട് ഇതെല്ലാം പുകയിൽ അടങ്ങിയിട്ടുള്ള പുകവലിക്കാനുള്ള സാധനങ്ങളാണ്. ഇതിനെല്ലാം പുറമെയാണ് രണ്ട് സ്പെഷ്യൽ ഫോംസ് ഉണ്ട്. ഒന്ന് വാട്ടർ പൈപ്പ് സ്മോക്കിംഗ്, അതായത് വെള്ളത്തിൽ കൂടി പുക കടത്തി വിട്ടിട്ട് പുറത്തേക്ക് വരുന്ന പുകയെ വലിച്ചെടുക്കും. അപ്പോൾ അവർ വിചാരിക്കുന്നത് വെള്ളത്തിൽ കൂടി പുക പോകുമ്പോഴേക്കും ദൂഷ്യങ്ങളെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു തരുമെന്നാണ്. പക്ഷേ ഈ ദൂഷ്യങ്ങളൊന്നും വെള്ളത്തിൽ അലിയില്ല. ഈ കെമിക്കൽസ് എല്ലാം അതിൽ തന്നെ അപ്പോഴും കാണും എന്നുള്ളതാണ് സത്യം. രണ്ടാമതൊരു സ്പെഷ്യൽ ഫോം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് സിഗരറ്റ് ആണ്. ഈ സിഗരറ്റ് അതിൽ പുകയിലയില്ല, പക്ഷെ നിക്കോട്ടിനാണുള്ളത്. അതുകൊണ്ട് അതും ദൂഷ്യമില്ലെന്നുള്ളതാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ അതും ദൂഷ്യം തന്നെ. ഇനി ചവയ്ക്കാനുള്ള പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. നമ്മൾ പണ്ട് മുതൽ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന വെറ്റിലയും പാക്കും ചുണ്ണാമ്പും എല്ലാം കൂടി ഉപയോഗിക്കുന്നു. അതിൽ ചിലർ പുകയില ഉപയോഗിക്കും, ചിലർ പുകയില ഇല്ലാതെ ചവയ്ക്കും. അപ്പൊ അതും പുകയില ഉൽപ്പന്നമാണ്. പണ്ടത്തെ ഭാഷ പറഞ്ഞ പൊയില കറക്റ്റ്. പൊയില ചിലരാണെങ്കിൽ അത് ശർക്കരയിലൊക്കെ ഇട്ട് വറുത്തൊക്കെ എടുക്കും. പിന്നെ ഇപ്പൊ കിട്ടുന്ന പാക്കറ്റുകളിൽ കിട്ടുന്ന സാധനങ്ങളാണ് പാൻ മസാല. അതിന് ഖൈനി, ഗുഡ്ക എന്നൊക്കെ പേരുണ്ട്. അതിന് പ്രത്യേക മാർക്കറ്റിംഗ് നെയിംസും ബ്രാൻഡ് നെയിംസും എല്ലാം ഉണ്ട്. അപ്പൊ അതിലെല്ലാം പാൻ മസാലകളിലെല്ലാം തന്നെ പാൻ മസാലകൾ രണ്ട് തരത്തിലുണ്ട്. പുകയില ഉള്ള പാൻ മസാലകളും ഉണ്ട്, ഇല്ലാത്ത പാൻ മസാലകളും ഉണ്ട്. രണ്ടും ദൂഷ്യമാണ്. കാരണം പുകയില ഉള്ളതാണെങ്കിൽ അതിൽ പുകയിലയുടെ ദൂഷ്യങ്ങളെല്ലാം ഉണ്ട്. പുകയില ഇല്ലാത്തതാണെങ്കിൽ അതിൽ അടയ്ക്ക അല്ലെങ്കിൽ പാക്ക് കാണും, പാക്കിന്റെ ദൂഷ്യം കാണും. പക്ഷെ അത് കുറവാണ്, ദൂഷ്യം കുറവാണ് മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും. പിന്നെ വേറൊരു സാധനം ഉള്ളത് മൂക്കിൽ വലിക്കാനുള്ളത് മൂക്കുപൊടിയാണ്, സ്നഫ്, നേസൽ സ്നഫ്. പിന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആണെങ്കിൽ, യൂറോപ്പിലൊക്കെ ആണെങ്കിൽ വായ്ക്കാത്തിടാനുള്ള ഒരു പൊടിയും ഉണ്ട്, ഓറൽ സ്നഫും ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതങ്ങനെ പോപ്പുലർ അല്ല.
അതിനെ ഇവിടെ കൊണ്ട് ഇറക്കിയിരുന്നെങ്കിൽ അതെ വിറ്റഴിഞ്ഞ് പോയേനെ. ഒരു അപ്പോൾ ഇതില് ഈ പാൻ മസാലകളും മൂക്കുപൊടിയും അതിൽ പുകയില ഉള്ളതായിട്ട് പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒരുപാട് പേര് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ പുകയില അടങ്ങിയ എല്ലാ വസ്തുക്കളും ആരോഗ്യത്തിന് ഹാനികരമാണ്. അല്ല, എങ്ങനെയാണ് ഇത് ആരോഗ്യത്തിന് ഹാനികരമാകുന്നത്? എന്താണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്? അപ്പൊ അത് പുകയില, പ്രത്യേകിച്ച് സിഗരറ്റ് കത്തിക്കുമ്പോൾ അതിന്റെ അറ്റത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 1000 ഡിഗ്രിയാണ്. 1000 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് അത് കത്തുന്നത്. അപ്പൊ അത് സിഗരറ്റ്. അപ്പൊ ആ കത്തുമ്പോഴേക്കും പുകയിലയിൽ നിന്നുള്ള പുക ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ പുകയിലാണ് ഈ കെമിക്കൽസ്, ദൂഷ്യവസ്തുക്കളെല്ലാം ഉള്ളത്. അതില് 7000-ലധികം പുകയില കെമിക്കൽസ് ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത്. 7000-ലധികം. നേരത്തെ 4000-ലധികം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴും പറയുന്നത് 7000-ലധികം രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ ഈ പുകയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പുകയില് അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് ചിലത് വാതക രൂപത്തിലാണ്, ചിലത് കണികാരൂപത്തിലാണ്. കണികാരൂപത്തിൽ എന്ന് പറഞ്ഞാൽ അത് പൊടിയായിട്ടും തരിയായിട്ടും ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ വാതക രൂപത്തിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷവസ്തു കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ് ആണ്. ഈ കാർബൺ മോണോക്സൈഡ് ശ്വാസകോശം വഴി രക്തത്തിലെത്തുകയും രക്തത്തിൽ കയറി കഴിഞ്ഞാൽ അതിൽ രക്തത്തിന് ഓക്സിജൻ വലിച്ചുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ രക്തത്തിലുള്ള ഹീമോഗ്ലോബിലാണ് ലങ്സിലുള്ള ഓക്സിജനെ വലിച്ച് കോശങ്ങളിലും അവയവങ്ങളിലും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ ഓക്സിജന്റെ അളവ് എത്തിക്കാനുള്ള കഴിവ് കുറയും. അപ്പോൾ അവയവങ്ങൾക്ക് ഓക്സിജൻ സപ്ലൈ കുറയും. അപ്പോൾ അതിന്റെ പ്രവർത്തനം മന്ദീഭവിക്കും. പിന്നെ മറ്റ് വേറെ ഗ്യാസുകൾ, ഒരുപാട് ഗ്യാസുകളുണ്ട്. കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അമോണിയ ഉണ്ട്, ബെൻസീൻ, മീതേൻ, ബ്യൂട്ടേൻ, ഈതേൻ, അങ്ങനെ ഒരുപാട് വാതക രൂപത്തിലുള്ള കെമിക്കൽസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ടോക്സിൻ കെമിക്കൽസ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൽ കാർബൺ മോണോക്സൈഡ് ആണ് വാതക രൂപത്തിലുള്ളതിൽ പ്രധാനം. ഇനി മറ്റു രൂപത്തിലുള്ള ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള നിക്കോട്ടിൻ, ടാറ്, നൈട്രോസാമീൻസ്, ആസ്ബസ്റ്റോസ് എന്നൊക്കെ പറയുന്നതാണ്. ഇപ്പൊ നിക്കോട്ടിൻ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നിക്കോട്ടിൻ അഡിക്ഷൻ ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അഡിക്ഷൻ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും വീണ്ടും വേണം, വലിക്കണം, ഉപയോഗിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുകയാണ്. അത് കാരണം ഈ നിക്കോട്ടിൻ ഉള്ളത് കൊണ്ട് നിർത്താൻ പറ്റൂല. അഡിക്റ്റ് ആയിപ്പോയി നിർത്താനൊക്കെ ഇല്ല. പിന്നെ രണ്ടാമത്തത് ടാറാണ്. ടാർ എന്ന് പറഞ്ഞാൽ കീല്, റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീലാണ് രണ്ടാമത്തെ ഒരു സാധനം. ആ കീൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കുന്ന സാധനമാണ്. അപ്പൊ അത് ഈ ശ്വാസം എടുക്കുന്ന അനുസരിച്ച് ശ്വാസകോശത്തിൽ എത്തുന്നതിനിടയിൽ ഒരുപാട് പിന്നെ രോമങ്ങളുണ്ട്. ഈ രോമങ്ങളെല്ലാം ഒട്ടിപ്പിടിക്കും. രോമങ്ങളെല്ലാം ഒട്ടിപ്പിടിച്ച് പോകുമ്പോഴേക്കും വായു അകത്തോട്ട് കടക്കുന്നതിന് ഒരു തടസ്സമാവും. അപ്പോഴാണ് ശ്വാസം മുട്ടലിലോട്ട് പോകുന്നത്. ഇനി വേറൊരെണ്ണമുള്ളത് നൈട്രോസാമീൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. നൈട്രോസാമീൻസ് 50-60 ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ഈ നൈട്രോസാമീൻസ് ആണ് ക്യാൻസർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. പിന്നെ ആസ്ബസ്റ്റോസ് ഉണ്ട്. ആസ്ബസ്റ്റോസും ലങ് ക്യാൻസറിന് കാരണമാക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കെമിക്കൽസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. 1 കാർബൺ മോണോക്സൈഡ്, 2 നിക്കോട്ടിൻ, 3 ടാറ്, 4 ഉണ്ട് നൈട്രോസാമീൻസ്. 4 പ്രധാനപ്പെട്ട വിഷവസ്തുക്കൾ. ഇതാണ് അസുഖങ്ങളും അഡിക്ഷനും എല്ലാം ഉണ്ടാക്കുന്നത്. ഇതിന് പുറമെ വേറെ ഒരുപാട് 7000-ഓളം ഉണ്ട് കെമിക്കൽസ് ആണ്. അപ്പൊ ഇത്രയും ദോഷമുള്ള സാധനങ്ങളെയാണ് നമ്മളിങ്ങനെ വളരെ സാഹുതം വലിച്ചു കയറ്റുന്നത്, അല്ലേ? ഈ പാൻ മസാല ചവയ്ക്കുന്നത് ഇപ്പോഴൊരു ശീലമായിട്ടുണ്ട്. പ്രത്യേകിച്ചും കൂടുതലായിട്ട് ആരോപിക്കപ്പെടുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളിലാണ് കൂടുതലാണ്. അവർക്ക് അതൊരു വലിയ ഹാബിറ്റായി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അഡിക്ഷനാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ചില കടകളിൽ സാറേ 50,000-നും 1,00,000-നും ഇടയ്ക്ക് രൂപയുടെ ഇത്തരം വസ്തുക്കൾ വിറ്റഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചെറിയ കടകളാണ്.
നമുക്ക് കണ്ടാൽ ഒന്നുമില്ലാന്ന് തോന്നുന്ന ചെറിയ കടകൾ, 1-2 പടക്കൊലയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് അറൗണ്ട് മോർ ദാൻ 50,000 പെർ മന്ത് വിൽപ്പന നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഈ പാൻ മസാലയുടെ കാര്യത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തും ഈ പാൻ മസാലകളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കേരളത്തിൽ നിരോധിച്ചിട്ടില്ല. കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട്, എല്ലായിടത്തും, എല്ലാ സ്ഥലത്തും നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ സിഗരറ്റിന്റെ നിരോധിച്ചിട്ടില്ല, വിൽപ്പന നിരോധിച്ചിട്ടില്ല. ഇല്ല, ഇത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എവിടെ നിന്നൊക്കെ വരുന്നു? പ്രൊഡക്ഷനും നിരോധിച്ചിട്ടുണ്ട്, സ്റ്റോറേജ് നിരോധിച്ചിട്ടുണ്ട്, വിൽപ്പനയും നിരോധിച്ചിട്ടുണ്ട്. എന്നിട്ട് എവിടെ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. പാൻ മസാല മൊത്തത്തിൽ നിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ. ഉപയോഗം നിരോധിച്ചിട്ടില്ല. ഉപയോഗം നിരോധിച്ചിട്ടില്ല. അതാണ് ഈ പുകവലിയും പാൻ മസാല ചവയ്ക്കലും ഒക്കെ തന്നെ നമ്മൾ മരണത്തിലേക്കുള്ള ഒരു ലഹരിയായിട്ട് തന്നെ കാണാമല്ലോ, അല്ലേ? ഇനി ഇതിലേതാണ് കൂടുതൽ അപകടം? അതായത് പുകവലിയാണോ അത് ഈ പാൻ മസാല ഉപയോഗിക്കുന്നതാണോ? അതിൽ പുകവലിയും പാൻ മസാലയും രണ്ടും ദൂഷ്യം തന്നെ. പക്ഷേ പാൻ മസാല ആണെങ്കിൽ മെയിൻലി വായിക്കാത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. പാൻ മസാല, അതെ. പുകവലിയാണെങ്കിൽ അതങ്ങ് ശരീരത്തിനകത്തോട്ട് കയറി പോകുന്നു. അതുകൊണ്ട് എല്ലാ അവയവങ്ങളെയും ബാധിക്കും. ഇത് രണ്ടും ഒരുപോലെ ദൂഷ്യം തന്നെയാണ്. രണ്ടും ഒരുപോലെ ദൂഷ്യം തന്നെയാണ്. ഇനി പുകവലിയില്ലേ സാർ, സിഗരറ്റും ഉണ്ട്, ബീഡിയും ഉണ്ടല്ലോ. അതിലെന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? സിഗരറ്റും ബീഡിയും അതില് രണ്ടും ദൂഷ്യം തന്നെ. പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നത് സിഗരറ്റ് നീളം കൂടിയതാണ്, ബീഡി നീളം കുറഞ്ഞതാണ്. അപ്പൊ ബീഡിയിലുള്ള വിഷവസ്തുക്കൾ കുറവായിരിക്കും, അതുകൊണ്ട് സിഗരറ്റാണ് കൂടുതൽ ദൂഷ്യം എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ബീഡിയാണ് കൂടുതൽ ദൂഷ്യം എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് സിഗരറ്റിൽ ഉപയോഗിക്കുന്ന ചുക്ക പ്രോസസ് ചെയ്ത ചുക്കയാണ്. അതില് ഫിൽറ്റർ ചെയ്ത് കുറച്ച് വിഷവസ്തുക്കളൊക്കെ അങ്ങ് പോവും. അത് മാത്രമല്ല ചില സിഗരറ്റിലൊക്കെ ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ ഒരു പൂർണ്ണമായിട്ട് വിഷവസ്തുക്കളെ ഒന്നും മാറ്റൊന്നുമില്ല, ചെറിയ വളരെ കുറച്ച് ഒരു ഫിൽറ്റർ ചെയ്ത് മാറ്റേ ഉള്ളൂ. ബീഡിയിലാണെങ്കിൽ അൺപ്രോസസ്ഡ് ആണ്, ഫിൽറ്റർ ഇല്ല, അതുകൊണ്ട് ഫുൾ എഫക്റ്റ് ആണ് ബീഡിക്ക്. പിന്നെ സിഗരറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അത് 1000 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് കത്തുന്നത്, അതുകൊണ്ട് അത് അണഞ്ഞു പോകില്ല. അത് നമ്മൾ വലിക്കാതെ വെച്ചിരുന്നാലും സിഗരറ്റ് അണയാതെ ഇരിക്കും. പക്ഷെ ബീഡി അങ്ങനെയല്ല, ബീഡി ഇടയ്ക്കിടയ്ക്ക് വലിച്ചില്ലെങ്കിൽ അത് അണഞ്ഞു പോകും. അത് മാത്രമല്ല അത് ആഞ്ഞു വലിക്കണം. അപ്പൊ ബീഡി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിക്കുകയും ആഞ്ഞു വലിക്കുകയും ചെയ്യുമ്പോഴേക്കും ഇതിലുള്ള വിഷവസ്തുക്കൾ കൂടുതലായിട്ട് ഉള്ളിലേക്ക് പോകും. സിഗരറ്റിനേക്കാൾ കൂടുതൽ വിഷവസ്തുക്കൾ അകത്തോട്ട് കയറി. അത് മാത്രമല്ല നിക്കോട്ടിന്റെ അളവ് സിഗരറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ബീഡിയിലുണ്ടെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ഇതിനെല്ലാം പുറമെ സിഗരറ്റ് ആണെങ്കിൽ ഒരാള് 8, 10, 15 സിഗരറ്റ് വലിക്കും. ബീഡി ആണെങ്കിൽ 1 കെട്ട്, 2 കെട്ട്, 3 കെട്ടൊക്കെയാണ്, 30, 40 അല്ല. അതുകൊണ്ടാണ് സാർ പണ്ട് തമാശക്ക് പറയുമായിരുന്നു, ബീഡി ഇപ്പൊ കൂടുതൽ വലിച്ചാലേ അവസാനം വലിക്കുന്ന കുറയ്ക്കാം, അവസാനം ശ്വാസം വലിക്കുമല്ലോ, അത് കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഈ പുകയില ഉപയോഗത്തിന്റെ പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ പരിഗണിച്ചാൽ എന്തൊക്കെയാണ് അതിന് പറ്റുന്നത്? പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം എന്ന് വെച്ചാൽ അതൊന്ന് അഡിക്ഷൻ. നേരത്തെ പറഞ്ഞല്ലോ, അഡിക്ഷൻ കാരണം അത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താനൊക്കില്ല. അപ്പോൾ അതുകൊണ്ട് തുടങ്ങാതിരിക്കണം. അത് WHO പറയുന്നത് ഇറ്റ് വിൽ ഹുക്ക് ദ യൂസർ എന്നാണ് പറയുന്നത്. കൊളുത്തിപ്പിടിക്കും, കൊളുത്തിക്കളയും, പിന്നീട് വിട്ടുപോകാക്കില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വരാം. ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. ഈ അസുഖങ്ങളെല്ലാം മരണത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ മരണമാണ് ഏറ്റവും വലിയ, ചുരുക്കി പറഞ്ഞ മരണകാരണമായ അസുഖങ്ങളാണ്. അതെ, ചെറിയ അസുഖങ്ങളൊന്നും അല്ല. അപ്പൊ ലോകത്ത് ഒരു വർഷം 70 ലക്ഷം ആൾക്കാരാണ് പുകയില ജന്യ രോഗങ്ങൾ മൂലം മരിക്കുന്നതെന്നാണ് കണക്ക്. 70 ലക്ഷം ഒരു വർഷം. പക്ഷെ അതിനേക്കാൾ ഉപരി 70 ലക്ഷം പേര് മരിക്കുമ്പോഴേക്കും 16 ലക്ഷം പേര് പുക വലിക്കാത്തവരാണ് ഈ മരിക്കുന്നതിൽ. അതെ, അത് പാസീവ് സ്മോക്കിങ്ങിൽ കൂടി ദുഷ്യം കിട്ടുന്നതാണ്. വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. ഇതിൽ തന്നെ 89,000 പേര് കുട്ടികളാണ് മരിക്കുന്നതിൽ പുകയിലജന്യ രോഗം മൂലം. അപ്പൊ അവരൊന്നും പുകവലിക്കാത്തവരാണ്. എന്നിട്ടും ഈ പാസീവ് സ്മോക്കിങ്ങിലൂടെ അവർക്കും ഇത്തരത്തിലുള്ള ടൊബാക്കോ റിലേറ്റഡ് ഡിസീസ് കിട്ടുന്നു.
ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം 13 ലക്ഷം പേര് ഒരു വർഷം മരിക്കുന്നുണ്ട്. 13 ലക്ഷം പേര്. ഇനി വേറൊരു കണക്കെന്ന് പറയുന്നത് പുകയില ഉപയോഗം, അത് ഉപയോഗിക്കുന്ന 50% പേരെയും 50 വയസ്സിന് മുമ്പ് കൊല്ലും എന്നുള്ളതാണ് കണക്ക്. ആണല്ലേ? അപ്പോൾ പുകവലിയും പാൻ മസാലയൊക്കെ ഉപയോഗിക്കുന്നതിൽ 50% പേര് 50 വയസ്സാകുമ്പോഴേക്കും തീർന്നു. ബാക്കി 50% വരെ അതിലപ്പുറത്തോട്ട് കടന്നു പോകുന്നുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടില് 10 കോടി ആൾക്കാരാണ് പുകയില മൂലം മരിച്ചിട്ടുള്ളത്. അത് ശരി. 20-ാം നൂറ്റാണ്ടില്. അപ്പൊ ഈ 21-ാം നൂറ്റാണ്ടില് അത് 100 കോടിയാകുമെന്നാണ് കണക്കുകൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ വർധനവല്ലേ? അതെ. ഒരു ലോകത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 800 കോടിയാണ്. 800 കോടിയിൽ 100 കോടി ആൾക്കാര് ഈ നൂറ്റാണ്ടില് പുകയില മൂലം മരിക്കുമെന്ന് പറഞ്ഞാൽ അത് എത്ര ഭയാനമാണ്. അതെ 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 അതെ. അപ്പോ പിന്നെ വേറെന്നുള്ളത്, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 50 വയസ്സിനകത്ത് 50% പേര് മരിച്ചു. അതെ. പക്ഷെ പുകവലിക്കാരില് 60 വയസ്സ് കഴിഞ്ഞും പുകവലിക്കുന്നവരാണെങ്കിൽ അവർക്ക് 10 വർഷത്തെ ആയുസാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട ഒരാള് 70 വയസ്സിൽ മരിച്ചു. 70 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട ഒരാള് 60 വയസ്സിലേ മരിച്ചു. പുകവലിക്കാർ ലൈഫ് ടൈം പുകവലിക്കാരാണെങ്കിൽ അത്ര ദൂഷ്യമാണ്. പക്ഷെ ഇതിൻ്റെ ഈ ബോധവൽക്കരണം വളരെ ശക്തമായി നടക്കുന്നുണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ. പക്ഷെ ഇതൊരു അവയർനെസ്സിൻ്റെ കുറവാണോ അതോ അഡിക്ഷൻ വർദ്ധിക്കുന്നതാണോ? അത് രണ്ടുമാണ്. കാരണം കേരളത്തിലാണെങ്കിൽ 2010, 12, 15 വരെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നിയമപരമായ നടപടികളും ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും അതിനൊരു കുറവുണ്ടായി. ആ സമയം നോക്കി പുകയില കമ്പനികൾ അങ്ങ് ശക്തമായിട്ട് ഈ മാർക്കറ്റ് തിരിച്ചു പിടിക്കാൻ നോക്കി. അതിന്റെ ഫലമായിട്ട് ഇപ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതാണ്. ആണോ അല്ലേ? നമുക്കിതിൻ്റെ അസുഖങ്ങളിലേക്കൊന്ന് കടന്നല്ലോ. ഓക്കെ. അപ്പം ഇതിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ലോകാരോഗ്യ സംഘടനയും മറ്റ് ടുബാക്കോ റിസർച്ച് ഗ്രൂപ്പുകളും പറയുന്നത് പുകയില ഉപയോഗം ശരീരത്തിലെ മിക്കവാറും എല്ലാ അവയവങ്ങളെയും ബാധിക്കും ഏതെങ്കിലും തരത്തിൽ. ഇപ്പം മുടിയാണെങ്കിലും തൊലിയാണെങ്കിലും പല്ലാണെങ്കിലും നഖമാണെങ്കിലും ഏതെങ്കിലും അസുഖങ്ങൾ പുകവലിക്കാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മാരകമായിട്ട് ഉണ്ടാകുന്ന അസുഖം ക്യാൻസറാണ്. വിവിധ അവയവങ്ങളെ ക്യാൻസർ ഉണ്ടാക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ഒരു അസുഖം ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ നമുക്ക് താഴോട്ട് വരാം. ഇനി ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വാക്യാകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കാഴ്ചയ്ക്ക് പ്രയാസങ്ങളുണ്ട്. ഇതല്ലാതെയും വേറെ ഒരുപാട് അസുഖങ്ങൾ ഇതിലുണ്ടാകുന്നുണ്ട്. ഈ പുകവലിക്കാത്തവർക്ക് വരുന്നത് പാസീവ് സ്മോക്കിംഗ്, അതേപോലെ തന്നെ പിന്നീട് അതൊരു സെക്കൻഡ് ഹാൻഡ് അല്ലേ പാസീവ്, അതേപോലെ ഒരു തേർഡ് ഹാൻഡ് ഉണ്ടോ? അതെ. ഇപ്പോഴത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ, അത്ര ലേറ്റസ്റ്റ് അല്ല, കുറച്ച് നാളായിട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഠനങ്ങളാണ് തേർഡ് ഹാൻഡ് സ്മോക്ക് കൊണ്ട്. പാസീവ് സ്മോക്കിംഗ് ആണെങ്കിൽ ഒരാൾ പുകവലിക്കുന്നു, അതിൻ്റെ പുക പുറത്തേക്ക് പുക വലിക്കുമ്പോൾ 10% പുക മാത്രമേ അയാൾ വലിച്ചെടുക്കുകയുള്ളൂ. ബാക്കി 90% സൈഡിൽ കൂടെ അങ്ങ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. അത് അന്തരീക്ഷ വായുവിൽ ലയിക്കുന്നു, അത് മറ്റുള്ളവരാണ് വലിച്ചു കയറ്റുന്നത്. അതാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്. പക്ഷെ തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുമ്പോൾ ഒരാൾ പുക വലിച്ചാൽ ആ പുകയുടെ അവശിഷ്ടങ്ങൾ ആ സറൗണ്ടിങ്സിൽ, അതെ റെസിഡ്യൂ, അവിടുത്തെ കാർപ്പറ്റില്, അവിടുത്തെ ഫർണിച്ചറുകളില്, ആ മുറികളില് എല്ലായിടത്തും ബാക്കി കിടക്കും. അപ്പൊ ഇയാള് പോയി കഴിഞ്ഞിട്ട് വേറൊരാൾ ഇതിനകത്തോട്ട് വരുമ്പോഴേക്കും ഇപ്പോൾ ഫാൻ ഇടുന്നു അല്ലെങ്കിൽ കാറ്റടിക്കുന്നു, അപ്പോൾ ഈ പൊടികളൊക്കെ മുകളിലോട്ട് പറക്കുമ്പോൾ ഈ മൂന്നാമതൊരാൾ ശ്വസിക്കുന്നു. അതാണ് തേർഡ് ഹാൻഡ് സ്മോക്ക്. അതും ദൂഷ്യം തന്നെ. അപ്പം അങ്ങനെ വലിക്കുന്ന ഒരാൾ മറ്റുള്ളവർക്ക്
അറിഞ്ഞും അറിയാതെയും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് അതെ അതെ അല്ലേ? അതെ. തേർഡ് ഹാൻഡ് സ്മോക്ക് വഴി ആൾക്കാർക്ക് അസുഖം ഉണ്ടാകും എന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ സെക്കൻഡ് ഹാൻഡിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പാസീവ് സ്മോക്കിംഗ് ആളുകൾക്ക് ഒരുവിധം നമ്മുടെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടത്. ഈ പുകവലി മൂലം ഇത്രയും മരണങ്ങൾ നടന്നു നമ്മൾ പറഞ്ഞില്ല, അത് സംബന്ധിച്ചിട്ട് പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. എന്തൊക്കെ ആണ്, ഏതൊക്കെ കെമിക്കലുകളാണ് ഇത്തരം അസുഖങ്ങളുണ്ട്, ക്യാൻസർ ഉണ്ടാക്കുന്നത്, ഏതൊക്കെ അവയവങ്ങൾക്കാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്, അതൊക്കെ എത്ര ഇരട്ടി കൂടുതലാണ്, മരണം എത്ര ശതമാനത്തോളം കൂടുതൽ പുകവലിക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം വിവിധങ്ങളായ പഠനങ്ങൾ, ഒരുപാട് ലോട്ട് ഓഫ് പഠനങ്ങളുണ്ട്. വാസ്തവത്തിൽ ഈ പുകവലി മൂലവും പാസീവ് സ്മോക്കിംഗ് മൂലവും അല്ലെങ്കിൽ നേരത്തെ തേർഡ് ഹാൻഡ് സ്മോക്ക്, ഇതെല്ലാം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഒരു അറിവ് വരുത്തേണ്ടതല്ലേ ജനങ്ങൾ? തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. കാരണം പൊതുജനങ്ങൾക്ക് പലർക്കും അറിയാം ഇത് ക്യാൻസർ ഉണ്ടാക്കും, പക്ഷെ ഏതൊക്കെ അവയവങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാക്കും, എന്തൊക്കെയാണ് പുകവലിയുമായി ബന്ധപ്പെട്ട ക്യാൻസറുകൾ എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളെക്കുറിച്ചും പുകവലി മൂലമാണ് ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ ഉണ്ടായത് എന്നുള്ള അറിവ് പൊതുജനങ്ങൾക്ക് വളരെ കുറവാണ് എന്നുള്ളത്. അതില്ലാത്തത് കൊണ്ടാണ് പലരും വീണ്ടും പുകവലിച്ചുകൊണ്ടിരിക്കുന്നത്. അഡിക്ഷൻ എന്നുള്ളത് ഒരു അഡിക്ഷൻ ഉണ്ട്. അല്ല, എന്നാൽ ഇതിന്റെ ദൂഷ്യവശങ്ങൾ ഇത്രത്തോളം മാരകമാണെന്നും ഇത്രയധികം നമ്മുടെ ലോകത്ത് ഇത്രയധികം കോടി ജനങ്ങൾ ഈ ഒരു കാരണം കൊണ്ട് മരണം സംഭവിച്ചിട്ടുണ്ടെന്നും പാസീവ് സ്മോക്കിംഗ് പോലും ഇന്ന അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഈവൻ പാസീവ് സ്മോക്കിംഗ് പോയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ തേർഡ് ഹാൻഡ് സാധനം പോലും ഇന്ന അസുഖങ്ങൾക്ക് കാരണമാകും. ആ രൂപത്തിലേക്കുള്ളൊരു അവയർനെസ് ശരിക്കും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, നമുക്കിനി അസുഖങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ഹൃദ്രോഗത്തിൻ്റെ ക്യാൻസർ തുടങ്ങാം. അപ്പോൾ ക്യാൻസർ ആണെങ്കിൽ എല്ലാ ക്യാൻസറും പുകവലിയുമായിട്ട് ബന്ധമുള്ളതല്ല. അല്ലേ? അല്ല. അപ്പം ഒരു 10-12 ക്യാൻസറുകൾ മാത്രമേ പുകവലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം ശ്വാസകോശത്തിലുള്ള ക്യാൻസർ, ഇപ്പോൾ പുക വലിക്കുമ്പോഴേക്കും ആ പുക ആദ്യം കയറണത് വായ്ക്കകത്താണ്. അപ്പോൾ വായ്ക്കകത്തെല്ലാം ക്യാൻസർ വരും. വായിലെന്ന് പറയുമ്പോഴേക്കും ചുണ്ടുകളിൽ, കവിളിൽ, നാക്കിൽ, മോണയിൽ, തൊണ്ടയിൽ എല്ലാം ക്യാൻസർ വരാം. അത് കഴിഞ്ഞിട്ട് അത് ശ്വാസകോശത്തിലേക്കാണ് പോണത്. അപ്പോൾ ശ്വാസകോശത്തിൽ പോകുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഒരു വോക്കൽ കോഡുണ്ട്, ശബ്ദപേടകം, അവിടെ ക്യാൻസർ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ബ്രോങ്കസ്, ശ്വാസനാളമുണ്ട്, അവിടെ ക്യാൻസർ ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് അകത്ത് നിന്ന് ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കും. അതേപോലെ തന്നെ ആമാശയത്തിലോട്ടും കുറേ പുക പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചവയ്ക്കുന്ന പുകയിലയിൽ നിന്ന് ആമാശയത്തിലേക്ക് അതിൻ്റെ വിഷം ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു. സ്റ്റൊമക്ക് ചെല്ലുമ്പോഴേക്ക് ആമാശയ ക്യാൻസർ ഉണ്ടാക്കുന്നു, സ്റ്റൊമക്ക് ക്യാൻസർ. പിന്നെ അവിടെ നിന്ന് അത് പാൻക്രിയാസിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു, ലിവർ, കരളിൽ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് ചെല്ലുമ്പോഴേക്കും കിഡ്നിയിലും യൂറിനറി ബ്ലാഡറിലും ക്യാൻസർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയും ക്യാൻസറുകളാണ് ശരിക്കും പുകയിലയുമായിട്ട് കഠിനമായി ബന്ധമുള്ളത്. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കസ് ക്യാൻസർ, ലാരിങ്സിലുള്ള ക്യാൻസർ അല്ലെങ്കിൽ ശബ്ദപേടകത്തിലുള്ള ക്യാൻസർ, പിന്നെ മൗത്ത് വായ്ക്കകത്തുള്ള ക്യാൻസർ, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, പാൻക്രിയാസ്, ലിവർ, യൂറിനറി ബ്ലാഡർ, കിഡ്നി, ഇത്രയും ക്യാൻസർ. ഇതിന് പുറമെ മൂക്കിനകത്തും സൈനസിനകത്തും ക്യാൻസർ ഉണ്ടാക്കാം. അതും ഇതുമായിട്ട് ബന്ധമുണ്ട്. അത് കൂടുതലും ഈ പുക വലിക്കുന്നവർക്കാണ് സൈനസിലോട്ടും മൂക്കിനകത്തും ഫാരിങ്സിലോട്ടൊക്കെ ക്യാൻസർ ഉണ്ടാകുന്നത്. ഇതിന് പുറമെ ഇതൊക്കെ വളരെ ശക്തമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ക്യാൻസറുകളാണ്. സംശയകരമായ വേറെ കുറേ ക്യാൻസറുകളുണ്ട്. അപ്പോൾ സെർവിക്സ് ക്യാൻസർ, യൂട്രസിന്റെ ഗർഭാശയ ക്യാൻസർ, അത് പിന്നെ കൊളോറെക്ടൽ ക്യാൻസർ, കുടലുകളിലുണ്ടാകുന്ന ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ഒരു പ്രത്യേക ഇപ്പോൾ ലുക്കീമിയ, മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന ക്യാൻസർ, ഇതൊക്കെ പുകവലിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു. കുട്ടികളിലുള്ള ബ്രെയിൻ ട്യൂമറുകൾ, ചില ട്യൂമറുകൾക്കും ഈ പുകവലിയുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. കൃത്യമായിട്ട് അതൊന്നും ശക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. സാധ്യതകളാണ്.
ഇനി അടുത്ത് വന്നാൽ ഹൃദ്രോഗവും പക്ഷാഘാതവും അതെ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ നമുക്ക് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ കൊളസ്ട്രോൾ, രക്തത്തിലെ കൊളസ്ട്രോൾ വളരെ കൂടുതലാണ്, അത് ഭയങ്കര അപകടമാണ് എന്ന് ആൾക്കാർ ഇന്നത്തെ ഇപ്പോഴെല്ലാവരും വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രി വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൊളസ്ട്രോൾ നോക്കണം, ഷുഗർ നോക്കണതിനോടൊപ്പം കൊളസ്ട്രോൾ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ കൊളസ്ട്രോൾ എവിടെ നിന്നാണ് വരുന്നത്? പല കാരണങ്ങളുണ്ട്, ആഹാരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം പുറമെ പുകവലിയും രക്തത്തിലെ കൊളസ്ട്രോൾ കൂട്ടുന്നതിന് കാരണമാകും. അത് ശരി. അപ്പോൾ ആ രക്തത്തിലെ കൊളസ്ട്രോൾ കൂട്ടുകയും പുകവലി തന്നെ രക്തക്കുഴലിനകത്ത് ഈ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ, രക്തക്കുഴലിനകത്ത് അടിഞ്ഞു കൂടുമ്പോൾ രക്ത ഓട്ടത്തിന് തടസ്സം വരും. പൈപ്പിനകത്ത് ചെളി അടിഞ്ഞാൽ കൃത്യമായിട്ട് വെള്ളം കിട്ടൂല. അതേപോലെ ഇവിടെയും രക്ത ഓട്ടത്തിന് കുറവ് വരും. അപ്പൊ അതേപോലെ തന്നെ അതിൽ നിക്കോട്ടിൻ ഉള്ളത് കൊണ്ട് നിക്കോട്ടിൻ രക്തക്കുഴലിൽ ചുരുക്കുകയും ചെയ്യും, കൺട്രാക്ട് ചെയ്തു പോകും. അപ്പൊ ഇത് രണ്ടും കാരണം ബ്ലഡ് ഓട്ടം കുറയും. അപ്പോൾ ഓരോ അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. അത് ഹൃദയത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക്, ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴേക്കും സ്ട്രോക്കായി. പിന്നെ കാലിലോട്ടുള്ള രക്തക്കുഴലുകളുണ്ട്, അവിടത്തേക്ക് രക്തക്കുഴൽ കുറയുമ്പോഴേക്കും ഗാംഗ്രീൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, വിഷവ്രണം. അപ്പോൾ കാലിൻ്റെ അറ്റത്ത് വിരലൊക്കെ കറുത്ത് പിന്നെ വടി പോലെ ആകും. അപ്പോൾ അത് പിന്നെ അതിന് ട്രീറ്റ്മെന്റ് ഒന്നുമല്ല, വെട്ടിക്കളയുക, മുറിക്കുക. മരത്തിന്റെ കൊമ്പ് ഉണങ്ങിപ്പോയ മുറിച്ച് കളയുക, അല്ലാതെ തിരിച്ചു വരില്ല. അതേപോലെയാണ്. അപ്പോൾ ആദ്യം വിരലിൽ വരും, അത് കഴിഞ്ഞ് പാദത്തിലോട്ടെത്തും, പിന്നെ കാലിലോട്ട് വരും. എവിടം വരെ ഇത് വരുന്നു അവിടം വരെ മുറിച്ച് കളയുക എന്നുള്ളതാണ് ചികിത്സ. അപ്പോൾ ഈ പുകവലി കാരണം രക്തക്കുഴലുകൾക്കും അവയവങ്ങൾക്കും ഭയങ്കരമായിട്ടുള്ള ഡാമേജാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ രക്തക്കുഴലിനകത്ത് കൊളസ്ട്രോൾ അടിയുകയും രക്തക്കുഴലുകൾ ചുരുങ്ങുകയും ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ വർദ്ധിക്കും, രക്തസമ്മർദ്ദത്തിന് ഭയങ്കരമായിട്ട് കൂടുന്നതിന് ഒരു കാരണമാണ്. ഇത് കാഴ്ചശക്തിയെ ബാധിക്കില്ലേ? കാഴ്ചശക്തിയെ ബാധിക്കും. അത് പലതരത്തിലാണ്. ഒന്ന്, പ്രായമാകുമ്പോഴേക്കും കാറ്ററാക്ട് ഉണ്ടാകും. പക്ഷെ പുകവലിക്കുന്നവർക്കാണെങ്കിൽ നേരത്തെ കാറ്ററാക്ട് വരും. കാറ്ററാക്ട് കൂടുതലായിട്ടുണ്ടാവും, തിമിരം. പിന്നെ വേറെന്നുള്ളത്, ഈ കണ്ണിൻ്റെലുണ്ടാകുന്ന ഇമേജസിന്റെ കാഴ്ച കിട്ടണം, അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ തലച്ചോറിലോട്ട് പോകണം. അതിനുള്ള നെർവുണ്ട്, ഓപ്റ്റിക് നെർവ്. ഈ നെർവിന്റെ അറ്റം ദ്രവിച്ചു പോകും പുകവലിക്കാർക്ക്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കാഴ്ച നശിച്ചു പോയിന്ന് വരും. എല്ലാവർക്കും വരണമെന്നില്ല, ചിലർക്ക്. അതേപോലെ മാക്കുലാർ ഡീജനറേഷനും കാരണമാകും. എല്ലാ അവസാനം കാഴ്ചശക്തി കുറയ്ക്കുക അല്ലെങ്കിൽ കാഴ്ചശക്തി ഇല്ലാതാക്കുക എന്നുള്ള തരത്തിലോട്ടാണ് കാര്യങ്ങളെത്തും. പിന്നെ ഈ ശ്വാസകോശ രോഗങ്ങളാണ് വേറൊരു കാര്യം. ഇപ്പൊ ശ്വാസകോശത്തില് ലങ് ക്യാൻസർ നേരത്തെ പറഞ്ഞു, ശ്വാസകോശ രോഗമാണ്. പിന്നെ പുകവലി, ഇത് ശ്വാസം മുട്ടല്. രണ്ടു തരത്തിലുള്ള ശ്വാസം മുട്ടലുണ്ട്. ഒന്ന് ബ്രോങ്കിയൽ ആസ്മ മൂലമുള്ള ശ്വാസം മുട്ടൽ. രണ്ടാമത്തത് ഈ പുകവലി, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അതൊക്കെ കാരണം ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ. അതാണ് COPD എന്ന് പറയുന്നത്. അപ്പോൾ ആ COPDയുടെ പ്രധാനപ്പെട്ട കാരണം പുകവലിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ടാറ് ചെല്ലുമ്പോഴേക്കും രോമങ്ങളെല്ലാം പൊട്ടിച്ചേർക്കും. അപ്പോൾ പുക അകത്തോട്ട് കയറാൻ പ്രയാസം. അപ്പോൾ അത് ബ്രെത്ത്ലെസ്നെസ് അല്ലെങ്കിൽ ശ്വാസം മുട്ടലിലോട്ട് പോകും. അതേപോലെ തന്നെ ആസ്മ ഉള്ളവർക്കാണെങ്കിൽ ഈ ശ്വാസം മുട്ടൽ ഇടയ്ക്കിടയ്ക്ക് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യത പുകവലിയാണെങ്കിൽ. പുകവലിയും സെക്കൻഡ് ഹാൻഡ് സ്മോക്കും രണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ടി ബി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പുകവലിക്കാർക്കും പാസീവ് സ്മോക്കിംഗ് ഉള്ളവർക്കും. ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഇപ്പൊ നേരത്തെ റിസർച്ചിനെ കുറിച്ച് ചോദിച്ചു, പഠനങ്ങളെ കുറിച്ച്. ഇപ്പൊ പുകവലിക്കാർക്കും പാൻ മസാല ചവയ്ക്കുന്നവർക്കും വാക്യാത്തുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത 20 ഇരട്ടി കൂടുതലാണ്. 20 ഇരട്ടി. എത്ര കൂടുതലാണെന്ന് ആലോചിച്ചോളൂ. അതേപോലെ ഈ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത പുകവലിക്കാർക്ക് 10-12 ഇരട്ടി കൂടുതലാണ്.
ശ്വാസകോശ ക്യാൻസറിന്റെ 80% കാരണം പുകവലിയാണ്. ഇത്ര ദൂഷ്യമാണ്. പിന്നെ ശ്വാസം മുട്ടലുണ്ടാകാനുള്ള സാധ്യത 5-6 ഇരട്ടിയാണ്. അപ്പോൾ റിസർച്ച് വളരെ കൃത്യമായിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. റിസർച്ച് നടത്താനായിട്ട് പിന്നെ പല ഓർഗനൈസേഷൻ, ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ IARC എന്ന് പറയും, ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ആൻഡ് ക്യാൻസർ. ശരി. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള പഠനങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ കണ്ടെത്തലൊക്കെ നടത്തിയിട്ടുള്ളത്. ഇതേപോലെ വേറെ ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ TB ആണെങ്കിൽ പുകവലിക്കാർക്ക് പാസീവ് സ്മോക്കേഴ്സിനും 2 മുതൽ 3 ഇരട്ടിയാണ്. പാസീവ് സ്മോക്കേഴ്സിനും പാസീവ് സ്മോക്കേഴ്സിന് പക്ഷേ കുറവാണ്, 1 to 2 ടൈംസ് ആണ്. സ്മോക്കേഴ്സിന് 2 to 3 ടൈംസ് കൂടുതലാണ് TB ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇത് മദ്രാസിൽ, തമിഴ്നാട്ടിൽ നടത്തിയ ഒരു പഠനമുണ്ട് കുറച്ചാൾ മുമ്പ്. അതിൽ അവർ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ TBക്ക് ചികിത്സിക്കാൻ നല്ല ശക്തമായ മരുന്നുകളുണ്ട്. പൂർണ്ണമായിട്ട് നമുക്ക് രോഗം ശമിപ്പിക്കാം. പക്ഷേ ഈ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം പുകവലിയും കൂടെ ഉണ്ടെങ്കിൽ 50% പേര് മരിച്ചു. സക്സസ് റേറ്റ് 50% കുറയാണ്. മരുന്ന് കഴിച്ചാലും അതിന്റെ കൂടെ പുകവലിയും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിലെ കണ്ടെത്തലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ. ചെന്നൈയിലോ മദ്രാസിലോ? ഇനി സാർ ഈ സിഗരറ്റിന്റെ കാര്യം ഇപ്പൊ മോഡേൺ തീർന്നില്ല. ഇത് വാക്യാത്തുള്ള പ്രശ്നങ്ങളുണ്ട്. വാക്യാത്തുള്ള പ്രശ്നങ്ങൾ. വാക്യാത്താണെങ്കിൽ മൗത്ത് ക്യാൻസർ, നേരത്തെ പറഞ്ഞു, വായില് പല ഭാഗത്തും ക്യാൻസർ ഉണ്ടാകാം. ഇതിന് പുറമെ വാക്യാത്ത് പിന്നെ ഈ ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വെളുത്ത പാടകൾ ഉണ്ടാകും. ലൂക്കോപ്ലേക്കിയ കവിളിലാണ് പ്രധാനമായിട്ടും വെളുത്ത പാടകൾ. ആ പാടകൾ ലൂക്കോപ്ലേക്കിയ, വൈറ്റ് പാച്ചസ് ഉണ്ടാവും. അതിന്റെ അർത്ഥം ക്യാൻസറിന്റെ തുടക്കമാണെന്നുള്ളതാണ്. അത് ശരി. അപ്പോഴെങ്കിലും നിർത്താമെങ്കിൽ കുറച്ച് സാധ്യത കുറഞ്ഞു കിട്ടും. ആ പാടകൾ മുറിച്ച് മാറ്റുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകാതിരിക്കുക ആ ഭാഗത്ത്. അപ്പോഴെങ്കിലും ട്രീറ്റ് ചെയ്ത് ഇതൊക്കെ നിർത്താമെങ്കിൽ. പിന്നെ ഈ പാൻ മസാല ചവയ്ക്കുന്നവർക്കാണെങ്കിൽ അവർ കണ്ടിട്ടുണ്ടോ, അവർ ആദ്യം ഒരു സൈലത്ത് വയ്ക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും അതിനെ മാറ്റി അപ്പുറത്ത് വയ്ക്കും. എന്തുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റുന്നത്? ഒരു സ്ഥലത്ത് വയ്ക്കുമ്പോഴേക്കും അവിടെ കുഴിഞ്ഞു ചെല്ലുമ്പോഴേക്കും വേദന തുടങ്ങും. അപ്പൊ അവരതിനടുത്ത് അപ്പുറത്തെ സൈഡിൽ വയ്ക്കും. അപ്പൊ അവിടെയും കുഴിഞ്ഞു വരുമ്പോഴേക്കും എടുത്ത് വേറെ സ്ഥലത്ത് വയ്ക്കും. അപ്പൊ അങ്ങനെ മാറ്റി വയ്ക്കും. അപ്പൊ ഈ കുഴിഞ്ഞു വരുന്ന സ്ഥലങ്ങളിലെല്ലാം പിന്നീട് ക്യാൻസർ ആയിട്ട് വരും. അത് ശരി. അപ്പൊ ഈ പുകവലിക്കാരെക്കാൾ കൂടുതൽ മൗത്ത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്കാണ്. ഈ പാൻ മസാല മസാലക്കാർക്ക്. അത് ശരി. പുകവലിക്കാർക്ക് ഒരു 40-50 വയസ്സിൽ ഓറൽ ക്യാൻസർ ഉണ്ടാകുമെങ്കിൽ ഇവർക്കൊരു ഏകദേശം 30 വയസ്സിൽ തന്നെ തുടങ്ങും ക്യാൻസർ. വാക്യാത്തുള്ളതാണ്. ഇനി ഈ ക്യാൻസറിന് പുറമെ വാക്യാത്ത് അൾസറുകൾ വരാം, വ്രണങ്ങളുണ്ടാകാം, മോണ രോഗങ്ങളുണ്ടാകാം, മോണ ഇളകി പോകാം. അത് ശരി. പല്ലിലാണെങ്കിൽ പല്ല് ഇളകി വീഴാൻ ചിലപ്പോ നേരത്തെ തന്നെ. പിന്നെ പല്ലില് ഈ പിന്നെ പാടുകൾ വരും, ഒരുമാതിരി വരകൾ വരും, ഒടിഞ്ഞു വീഴും, കേരീസ് ടൂത്ത്, പുഴുപ്പല്ല്, അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വാക്യാത്ത ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ പാക്കുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു അടയ്ക്ക ഒരു പ്രശ്നമാണ്. അടയ്ക്കയാണെങ്കിൽ പ്രധാനമായിട്ടും ചുണ്ടുകളെയാണ് ബാധിക്കുന്നത്. ചുണ്ട് കൂടി വരും, തുറക്കാൻ ഒക്കില്ല, അടഞ്ഞടഞ്ഞടഞ്ഞു വരും. ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയും. വാ തുറക്കാൻ ഒക്കാത്ത ഒരു സ്ഥിതി വരും. അപ്പോ പിന്നെ വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സിമ്പിൾ വയറ്റിനകത്ത് അസിഡിറ്റി, ഗ്യാസ് ഉണ്ടാകുന്നത്, അത് കൂട്ടും ഈ പുകവലിക്കാർക്ക്. പിന്നെ വേറൊരു കാര്യം, ചെറുപ്പക്കാർക്ക് ഇൻഫെർട്ടിലിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ്, വന്ധ്യതയും പിന്നെ ഇമ്പോർട്ടൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വലിക്കുന്നവർ. പിന്നെ എല്ലുകളിലുള്ള ഡെൻസിറ്റി കുറയ്ക്കും. ഇപ്പോൾ കാൽസ്യം ഡെപ്പോസിഷനൊക്കെ കുറച്ച് ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തൊലിയിലും തൊലിയിൽ നിറവ്യത്യാസം വരും, ചുക്കിച്ചുളിയും ചുളുങ്ങും, നഖത്തിന് നിറവ്യത്യാസം വരും, മുടിക്ക് പെട്ടെന്ന് വെളുക്കാം. അപ്പോൾ എല്ലാ അവയവങ്ങളെയും ബാധിക്കും എന്നുള്ളതാണ്. മൊത്തത്തിലൊരു വലിയ ആരോഗ്യ പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും.
മാത്രമല്ല ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ അസുഖങ്ങളിലേക്ക് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇത് കടന്നു പോകുന്ന എല്ലാ വഴികളിലും പ്രശ്നം ഉണ്ടാക്കിയല്ലേ പോകുന്നത്, അതെ അതെ അല്ലേ? അതെ, വായിന്ന് ഇവിടുന്ന് തുടങ്ങി നമ്മൾ എങ്ങോട്ടൊക്കെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ പോകുന്നുണ്ടോ അത് അവസാനം വരെ ഈവൻ രക്തം നമ്മുടെ മലദ്വാരം വരെ ഇത് പ്രശ്നമാണ്. അതേപോലെ ശ്വാസകോശത്തിലേക്ക് ആ സൈഡിലേക്ക് എല്ലാം പോകുന്നത്. അതെ 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 അതെ. ഇതാണ് ഈ പാസീവ് സ്മോക്കിംഗ് ആണെങ്കിൽ അത് പ്രധാനമായിട്ടും പിന്നെ പുകവലിക്കാത്ത മുതിർന്നവരെയും ഗർഭിണികളെയും കുട്ടികളെയാണ് പാസീവ് സ്മോക്കിംഗ് ശരിക്കും ബാധിക്കുന്നത്. കാരണം വീട്ടില് ഭർത്താവ് പുകവലിക്കാരനായിരിക്കും, ഭാര്യയെ നല്ലോണം നോക്കുന്നുണ്ടാവും, പക്ഷെ കയ്യിൽ സിഗരറ്റൂടെ കാണുമെങ്കിൽ വലിയ ഡാമേജിങ് ആണ്. അപ്പോൾ പിന്നെ അവർക്ക് പിന്നെ ഗർഭിണികളാണെങ്കിൽ ഗർഭാലസി പോവും, നേരത്തെ മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കും, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പ്രസവിക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതേപോലെ കുട്ടികൾക്കാണെങ്കിൽ ചുമ, ജലദോഷം, ശ്വാസം മുട്ടല്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിൽ രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് ചുമയും ശ്വാസം മുട്ടലും വന്നു, ഡോക്ടറെ കാണിക്കാൻ പോകും, ഡോക്ടറെ മരുന്ന് കൊടുക്കും, അസുഖം മാറും. ഒരു 4-5 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതേ അസുഖം വരും, വീണ്ടും ഈ ഡോക്ടറെ കാണിക്കും, അപ്പോൾ ഡോക്ടർ വീണ്ടും മരുന്ന് കൊടുക്കും, വീണ്ടും അസുഖം മാറുന്നു. മൂന്നാമത് വീണ്ടും അസുഖം വരുമ്പോൾ ഡോക്ടറാണ് കുറ്റം പറയുന്നത്, ഡോക്ടർ ശരിക്കുള്ള മരുന്ന് കൊടുക്കാത്തതുകൊണ്ടാണ് വീണ്ടും വരുന്നത്. ആക്ച്വലി ഇയാളുടെ പുകവലി കാരണമാണ് ഈ പ്രശ്നം വരുന്നത്. എന്നിട്ട് വേറൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാനും പോകും. അപ്പൊ അത് ഡോക്ടറല്ല മാറ്റേണ്ടത്, പുകവലി ശീലത്തെയാണ് മാറ്റേണ്ടത്. അതെ 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 അതെ. അപ്പൊ ഇനി വേറെന്നുള്ളത്, ഈ പുകവലി സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, പാസീവ് സ്മോക്കിംഗ് ബാധകമാകുന്ന കുട്ടികളിൽ പിന്നെ അവർക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ പ്രശ്നം വരാം. ശരി. പിന്നെ അവരുടെ ബുദ്ധിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ബുദ്ധി വൈകല്യങ്ങൾ ഉണ്ടാകാം, സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകാം. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ അമ്മമാരും അച്ഛനും ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി 1ാം റാങ്ക് കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ പുകവലിക്കാരനാണ് അച്ഛനെങ്കിൽ ഈ 1ാം റാങ്ക് ഒന്നും കിട്ടില്ല. കാരണം ബുദ്ധി വൈകല്യം ഉണ്ടാവും, സ്വഭാവ വൈകല്യം ഉണ്ടാവും, പഠിക്കുന്നതിൽ വ്യത്യാസം വരും. അപ്പൊ അത് അച്ഛനമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ അതെ അതെ. വീട്ടിനകത്ത് ഒരു തരത്തിലും പുകവലി അനുവദിക്കാൻ പാടില്ല, ഒരു കാരണവശാലും. അത് അച്ഛനാണെങ്കിലും കൊള്ളാം, അപ്പൂപ്പനാണെങ്കിലും കൊള്ളാം, ഒരു ഗസ്റ്റ് ആണെങ്കിലും സന്ദർശകരാണെങ്കിലും വീട്ടിനകത്തും പരിസരത്തും പുകവലി അനുവദിക്കാനേ പാടില്ല. മൊത്തത്തിൽ പുകവലിയെ ഒഴിവാക്കണം. ഇനി അതല്ലെങ്കിൽ വീട്ടിനകത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നത് പുതിയ കാലത്തുള്ള ഈ സിഗരറ്റിനെ കുറിച്ച്. ഈ സിഗരറ്റ് കുറച്ച് സുരക്ഷിതമാണ് എന്നൊരു ധാരണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് പേരുടെ ഇടയ്ക്ക്. അതിൻ്റെ ഒരു സയൻസ്, അതിൻ്റെ ഒരു ശാസ്ത്രം എന്താണ്? അതിൻ്റെ ശാസ്ത്രം, ഈ സിഗരറ്റ് പ്രധാനമായിട്ടും മാർക്കറ്റ് ചെയ്യുന്ന ഓൺലൈനിലാണ്. അപ്പോൾ ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യുമ്പോഴേക്കും ഓൺലൈൻ സെർച്ച് ചെയ്യുന്നവർക്കെല്ലാം അതൊരു ഹരമാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, IT മേഖലയുള്ളവരൊക്കെ പെട്ടെന്ന് അങ്ങ് അത് ക്യാച്ച് ചെയ്യും. അപ്പോൾ അവരെല്ലാം വിചാരിക്കുന്ന ഈ സിഗരറ്റിൽ പിന്നെ ടുബാക്കോ ഇല്ല, പുകയില ഇല്ലല്ലോ, അതിൽ നിക്കോട്ടിൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ദൂഷ്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് വിചാരിക്കുന്നത്. ശരിയാണ്, അതിനകത്ത് പുകയില ഇല്ല, നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പെൻഡ്രൈവ് പോലെ ഉള്ള അല്ലെങ്കിൽ സിഗരറ്റ് ലൈറ്റർ പോലെയുള്ള ഒരു ഉപകരണമാണ് അതിനകത്തുള്ളത്, ഈ സിഗരറ്റായിട്ട് കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല സ്റ്റൈലിഷാണ്, സിഗരറ്റ് ലൈറ്ററാണ്, പെൻഡ്രൈവ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കും. അതിനകത്തുള്ളത് ഒരു ലിക്വിഡാണ്. ലിക്വിഡിനകത്ത് നിക്കോട്ടിൻ മുക്കി വെച്ചിരിക്കുകയാണ്. ഈ ലിക്വിഡ് എന്ന് പറയുന്നത് പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ, വെജിറ്റബിൾ ഗ്ലിസറിൻ എന്ന് പറയുന്ന ലിക്വിഡുകളാണ്. അപ്പോൾ അതിനകത്ത് ഈ ഉപകരണത്തിന് ഒരു ഹീറ്റിംഗ് ഡിവൈസും കൂടെ ഉണ്ട്, ചൂടാക്കാം. അപ്പോൾ ഇത് ചൂടാക്കുമ്പോഴേക്കും ഈ ലായനി ലിക്വിഡ് ആദ്യം ചൂടാവും. ലിക്വിഡ് ചൂടായി കഴിയുമ്പോൾ നിക്കോട്ടിൻ ചൂടാവും. നിക്കോട്ടിൻ ചൂടാകുമ്പോഴേക്കും അതിന് നിക്കോട്ടിൻ പുക വരും. ഈ പുകയാണ് ശ്വസിച്ച് കയറ്റുന്നത്. അപ്പോൾ അഡിക്ഷൻ അവർക്ക് സാറ്റിസ്ഫാക്ടറി ആവും. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും ഇത് വലിക്കുന്നു. പക്ഷെ അവിടെ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ നിക്കോട്ടിൻ പുക
കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് ഒക്കില്ല. ഇവർ ഒരു കൺട്രോൾ ചെയ്യുന്നതിനകത്ത് തന്നെ 2-3 സിഗരറ്റിന്റെ പുക അകത്ത് ചെന്നിരിക്കും നിർത്തുമ്പോഴേ. ഈ ഹീറ്റിംഗ് ഡിവൈസ് ആണല്ലോ, ഹീറ്റിംഗ് സ്റ്റോപ്പ് ഇവർ ചെയ്യുമ്പോഴേക്കും തന്നെ 2-3 സിഗരറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള നിക്കോട്ടിൻ ഉള്ളിലെത്തി കഴിയും. അപ്പോൾ അതുകൊണ്ട് നിക്കോട്ടിന്റെ എഫക്റ്റ് വളരെ കൂടുതലായിട്ടുണ്ടാകും. പൾസ് റേറ്റ് കൂടും, BP കൂടും, ഹാർട്ട് അറ്റാക്കിലോട്ടുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത് ഈ നേരത്തെ പറഞ്ഞ അതിനകത്തുള്ള ലിക്വിഡ് പ്രൊപ്പൈലിൻ ഗ്ലൈക്കോളും വെജിറ്റബിൾ ഗ്ലിസൺ അതും ചൂടാവും. അത് ചൂടാകുമ്പോഴേക്കും അതിൽ നിന്നും പുക വരുന്നുണ്ട്. അതിന്റെ പുക എന്ന് പറഞ്ഞാല് ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്, അക്രലീൻ എന്നൊക്കെ പറയുന്നതാണ്. അത് ഈ പുകയേക്കാളും മാരകമാണ്. അത് ശരി. ഈ അക്രലീൻ എന്ന് പറയുന്ന സാധനം അതൊരു ഹെർബിസൈഡാണ്. അതുകൊണ്ട് തന്നെ അത് ശ്വാസകോശത്തിൽ പോയിട്ട് ശ്വാസകോശത്തെ കത്തിച്ചു കളയും. അത് ശരി. മറ്റത് ദൂഷ്യങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഇത് കത്തിച്ചു കളയാണ്. അതേപോലത്തെ ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ശ്വാസം മുട്ടൽ, COPD ഉണ്ടാകും. അത് ശരി. അത് മാത്രമല്ല, ഈ അക്രലീൻ എന്ന് പറയുന്നത് DNA ഡാമേജ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ലങ് ക്യാൻസറും ഉണ്ടാകും. അപ്പൊ ഏതാണ് കൂടുതൽ ദൂഷ്യം? ഏതാണ് കൂടുതൽ? ഈ സിഗരറ്റാണ് വളരെ കൂടുതൽ ദൂഷ്യം ചെയ്യുന്നത്. അതേപോലെ അസറ്റാൽഡിഹൈഡ്, ആൽഡിഹൈഡ്, അതൊക്കെയാണ് ഫോർമാൽഡിഹൈഡ്. ഈ സാധനങ്ങളും ഇത്തരത്തിലുള്ള ശ്വാസകോശവും രോഗങ്ങളും ഹാർട്ട് അറ്റാക്കിനും ഒക്കെ കാരണമാകും. സോ ഈ സിഗരറ്റ് ഈസ് മോർ ടോക്സിക്, മോർ ഡേഞ്ചറസ് ദാൻ ഫോർമൽ സിഗരറ്റ് ആൻഡ് ബീഡീസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് കരകയറാനായിട്ട് എന്താണ് മാർഗം? അത് സംരക്ഷണ മാർഗം ഒന്ന്, ഇത് തുടങ്ങാതിരിക്കണം. തുടങ്ങിക്കഴിഞ്ഞാൽ കുക്ക് ചെയ്യും, അതുകൊണ്ട് തുടങ്ങാൻ പാടില്ല. 2, തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിർത്താൻ നോക്കുക. നിർത്തുന്നത് ചിലർ വിചാരിക്കും ഞാൻ 60 വയസ്സ് 70 വയസ്സ് വരെ ഉപയോഗിച്ചു, ഒന്നും ഉണ്ടായില്ല, ഇനി എന്തിനു ഞാൻ നിർത്തുന്നത്, അങ്ങ് ബാക്കി കൂടെ സമയം കൂടെ വലിച്ചു കളയാന്ന് വിചാരിക്കും. അത് അങ്ങനെയല്ല. ഏത് പ്രായത്തിലാണെങ്കിലും നിർത്തുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 70 വയസ്സ് വരെ കുഴപ്പമില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും ലങ് ക്യാൻസർ ഉണ്ടാകാൻ പോകുന്നത്, അത് ഓറൽ ക്യാൻസർ ഉണ്ടാകാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഈ 70 വയസ്സായ ഒരാളെന്ന് പറയുമ്പോഴേക്കും അയാൾക്ക് മക്കൾ കാണും, മരുമക്കൾ കാണും, കൊച്ചുമക്കൾ കാണും. ഇവർക്കെല്ലാം പാസീവ് സ്മോക്കിങ്ങിന്റെ എഫക്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മകനായിരിക്കും ഇവരുടെ പുകവലിയാവുന്നത്. വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റാണ്. ഈ 70 വയസ്സ് വരെ വലിച്ച ഒരാളിന് പ്രശ്നം ഉണ്ടായില്ല, ശരി, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പൊ ഞാനൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോഴേക്കും അവിടെ കണ്ട കാഴ്ച, അവിടെ ഒരു കൊച്ചു കുട്ടിയുണ്ട്, എഴഞ്ഞു നടക്കുന്ന കുട്ടി. അപ്പോൾ ആ അമ്മ പറഞ്ഞത്, ഈ അപ്പൂപ്പം പുക വലിക്കും, ബീഡിയല്ല സിഗരറ്റ് തന്നെ വലിക്കും. സിഗരറ്റ് വലിച്ചിട്ട് സിഗരറ്റ് കുറ്റി അവിടെ വീട്ടിലിട്ടേക്കും, തറയിൽ കിടക്കും. ഈ കൊച്ചു അഴഞ്ഞു ചെല്ലുമ്പോഴേക്കും ഈ സിഗരറ്റ് എടുത്ത് ഇതിന്റെ കുറ്റിയാണ് എടുത്ത് വലിക്കുന്നത്, വായിൽ വെക്കും. അപ്പൊ ആ കുട്ടിക്ക് ആ പ്രായത്തിലെ അഡിക്ഷൻ ഉണ്ടാവുകയാണ്. അതൊന്ന്. 2, ഈ കുട്ടിയെ ഈ അപ്പൂപ്പ എടുത്താൽ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് അച്ഛൻ എടുക്കുന്നതിനേക്കാൾ. കാരണം അപ്പൂപ്പന്റെ വായും ദേഹവും എല്ലാം ഈ പുകയിലെയും പുകവലിയാണ്. അപ്പൊ അതിൽ നിന്ന് കുട്ടിക്ക് ഈ അഡിക്ഷന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. അപ്പൊ ഈ കുട്ടിക്ക് ഇത് കിട്ടാതെ വരുമ്പോഴേക്കും വിട്രാവലാണ്. പക്ഷെ അപ്പൂപ്പന്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഈ അഡിക്ഷൻ കിട്ടുന്നു, സന്തോഷം. അപ്പൊ ഇത്ര ചെറുപ്രായത്തിലാണല്ലേ? അതെ. അപ്പൊ പൂർണ്ണമായിട്ടും ഇത് ഒഴിവാക്കേണ്ടതാണ്. ഇതിന് വേറെ ഒരു ഇനി നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, എത്ര വർഷം നമുക്ക് നഷ്ടപ്പെടും പുകവലിക്കാർക്ക് എന്നുള്ളതാണ്. അതിന് 1900 തൊട്ട് 50 തൊട്ട് 53 തൊട്ടോ 1950 തൊട്ട് 2005 വരെ, 1950 മുതൽ 2005 വരെ, ഇയർ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഇപ്പം വിട്ടുപോയി. അപ്പൊ ആ ഒരു 55 വർഷക്കാലം ഇംഗ്ലണ്ടിലുള്ള പുകവലിക്കാരായ ഡോക്ടർമാരിൽ അവിടെ ഒരു റിസർച്ച് നടത്തി. പുകവലിക്കാരായ ഡോക്ടർമാർ അവരെ കമ്പയർ ചെയ്യാനായിട്ട് പുകവലിക്കാത്ത ഡോക്ടർമാരും രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴാണ്
65 വയസ്സിന് ശേഷവും പുകവലിക്കുന്നവർക്ക്, പുകവലിച്ച ഡോക്ടർമാർക്ക് 10 വർഷം ആയുസ്സിൽ നഷ്ടമുണ്ടായി. 10 വർഷം നേരത്തെ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് വീണ്ടും അവർ അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴേക്കും 30 വയസ്സ് വരെ അകത്ത് നിർത്തിക്കഴിഞ്ഞാൽ, പുകവലി നിർത്തിയാൽ 10 വർഷവും ലാഭിക്കാം. ലാഭിക്കാം. പക്ഷെ 40 വയസ്സ് വരെ വലിച്ചിട്ട് നിർത്തിയാൽ 9 വർഷം നഷ്ടം. 9 വർഷം ലാഭിക്കാം. 1 വർഷമേ നഷ്ടം വരുന്നുള്ളൂ. 50 വയസ്സ് വരെ വലിച്ചിട്ട് നിർത്തിയാൽ അവർക്ക് 6 വർഷം ലാഭിക്കാം. 4 വർഷമേ നഷ്ടം വരുള്ളൂ. 60 വയസ്സ് വരെ വലിച്ചിട്ട് നിർത്തിയാൽ 3 വർഷം ലാഭിക്കാം. 7 വർഷം നഷ്ടം. 65 വയസ്സോ അതിലധികത്തോട്ട് പോയാൽ 10 വർഷം നഷ്ടം. ഫുൾ നഷ്ടം. മൊത്തം ലോസാണ്. അപ്പോൾ ഒരു അവസാനത്തെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 1 വർഷം പുകവലിക്കുന്നത് കൊണ്ട് 3 മാസമാണ് ആയുസ് നഷ്ടം ഉണ്ടാകുന്നത്. അതാണ് എൻ്റെ കണക്ക്. അതാണ് കണക്ക്. 1 വർഷം വലിച്ചാൽ 3 മാസം പോയി. 3 മാസം പോയി. അങ്ങനെ 10 വർഷം വലിക്കുമ്പോഴത്തേക്ക് 30 മാസം പോകും. അപ്പോൾ ഒരു മിഡിൽ ഏജസിലുള്ളവർക്ക് പുകവലി മൂലം മരിക്കാനുള്ള സാധ്യത 2 ഇരട്ടിയാണ്. പുകവലിക്കുന്നവരാണെങ്കിൽ 42% പേര് മരിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ച് പുകവലിക്കാത്തവരാണെങ്കിൽ 42% പേര് തിരിഞ്ഞുപോയി. പുകവലിക്കാത്തവരാണെങ്കിൽ 24% പേര് മരിക്കാനുള്ള സാധ്യതയുണ്ട്. പുകവലിക്കുന്നവരാണെങ്കിൽ 42% പേര് മരിക്കാൻ സാധ്യതയുണ്ട്. 2 ഇരട്ടിയാണ്. അതേപോലെ തന്നെ ഓൾഡർ ഏജസിലും പറയുന്നുണ്ട്, അത് 10-12% മരിക്കാനുള്ള സാധ്യത. എന്തായിരുന്നാലും ഏത് പ്രായത്തിലാണെങ്കിലും പുകവലിക്കാർക്ക് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാരണവശാലും അല്ലേ ഇത് പ്രാവർത്തികമാക്കേണ്ട ഒരു സംഗതിയല്ല. അങ്ങനെ തുടങ്ങിയവരെ സംബന്ധിച്ചാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനങ്ങ് നിർത്തുക. വേറെ ഇതിന് മാർഗങ്ങളൊന്നുമില്ലല്ലേ സാർ? നിർത്തിക്കാനായിട്ട് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പിന്നെ പുകവലി സ്മോക്കിംഗ് സെസേഷൻ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്, ചില സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് നിർത്താനുള്ള ഉപദേശങ്ങളും കൗൺസിലിങ്ങും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ടാബ്ലറ്റും കൊടുക്കുന്നുണ്ട്. നിർത്താനായിട്ട് മരുന്നുണ്ട്. ഒന്ന് ബുപ്രോപ്പിയോൺ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. 2 നിക്കോട്ടിൻ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ട്. നിക്കോട്ടിൻ ഗമ്മുണ്ട്, നിക്കോട്ടിൻ ലോസഞ്ചസ് ഉണ്ട്, നിക്കോട്ടിൻ പാച്ചസ് ഉണ്ട്, നിക്കോട്ടിൻ, അങ്ങനെ 6 ഐറ്റം ഉണ്ട്. പക്ഷെ ഇതിൽ ഇന്ത്യയിലുള്ളത് നിക്കോട്ടിൻ ഗമ്മും പാച്ചും ആണുള്ളത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് നിർത്താം. പക്ഷെ പൂർണ്ണമായിട്ട് നിർത്തണമെങ്കിൽ വ്യക്തി വിചാരിച്ചാലേ ഒക്കുള്ളൂ. പലരും ഇതൊക്കെ ഉപയോഗിച്ച് കുറച്ച് നിർത്തും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. നിക്കോട്ടിൻ എന്ന് പറഞ്ഞത് മരുന്നായിട്ടാണോ? നിക്കോട്ടിൻ മരുന്നായിട്ടുണ്ട്. അഡിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു മരുന്നായിട്ടാണ് നിക്കോട്ടിൻ കൊടുക്കുന്നത്. അതുകൊണ്ട് അവർ നിക്കോട്ടിൻ ഗം ഉപയോഗിക്കുമ്പോഴേക്കും അഡിക്ഷൻ ഇല്ല, സിഗരറ്റ് വലി നിർത്തും. പക്ഷെ വീണ്ടും ഈ ഗമ്മ് നിർത്തി കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമാകും. അതിന് ആണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. കൗൺസിലിംഗ് വഴി ഇവർ നിർത്താനായിട്ട് ഇവർ തന്നെ ശ്രമിക്കണം. ചുരുക്കത്തിൽ നമുക്കത് ഉപസംഹരിക്കാം. അതെ. അപ്പോൾ എന്താണ് സാറിന് അവസാനമായിട്ട് പറയാൻ? ഇതിൽ ഒന്നാമത് ഞാൻ ആദ്യം പറഞ്ഞു, വീട്ടിൽ 100% ഒഴിവാക്കണം, പുകവലി ഒഴിവാക്കണം. 2, വീട്ടിലും വാഹനങ്ങളിലും പുകവലി അനുവദിക്കാൻ പാടില്ല. വാഹനങ്ങളിൽ ബസ്സിലും പിന്നെ കാറുകളിലും ഒക്കെ ഇരുന്ന ആൾക്കാർ വലിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ പോകുന്ന പാസഞ്ചേഴ്സിന് അത് ബാധകമാണ്. ഇപ്പോൾ ബസ്സിൽ നമ്മളിപ്പോൾ പകല് കാണുന്നില്ല, നമ്മുടെ സിറ്റികളിലൊന്നും കാണുന്നില്ലെങ്കിലും റൂറൽ ഏരിയയിൽ പ്രത്യേകിച്ചും തണുപ്പുള്ള രാത്രികളിൽ പലരും വലിക്കുന്നവരുണ്ട്. അതൊക്കെ അനുവദിക്കാൻ പാടില്ല. ഇനി പുകവലി പൊതുസ്ഥലങ്ങളിൽ പുകവലി അനുവദിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതിന് പുകവലിക്കാത്തവർ പ്രതിഷേധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആരും പ്രതിഷേധിച്ച് കാണുന്നില്ല. പൊതുസ്ഥലത്ത് പുകവലിക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കണം. പിന്നെ കുടുംബാംഗങ്ങളെ പുകയിൽ ഉപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കണം, ഉപയോഗിക്കുന്നവരെ.
പ്രിയപ്പെട്ടവരെ, പുകവലിയുടെ ദോഷവശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. വരുന്ന മെയ് മാസം 31 നോ ടുബാക്കോ ഡേ ആയി ആചരിക്കുകയാണ് ലോകമെങ്ങും. ഈ സാഹചര്യത്തിലാണ് പുകവലിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഇവിടെ നമ്മോട് സംസാരിച്ചത്. ഇത്തരം കാര്യങ്ങൾ നമുക്കായി വിവരിച്ചത് ഡോക്ടർ AS പ്രദീപ് കുമാർ. അദ്ദേഹം കേരള സംസ്ഥാന ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ അഡീഷണൽ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന് പ്രവാസി ഭാരതി പ്രേക്ഷകരുടെയും ശ്രോതാക്കളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി.